ഹ്യുണ്ടായി ക്രെറ്റ, നെക്സോൺ, എക്സ്വി, ഇന്നോവ തുടങ്ങിയ ഒട്ടനവധി വാഹനങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് ഡിസംബറോടനുബന്ധിച്ച് കാർലറ്റ് ബെറ്റ് റൂച്ചേഴ്സിൽ ഒരുക്കിയിട്ടുള്ളത്. കാർലറ്റ് ബെറ്റ് റൂച്ചേഴ്സിൻ്റെ മറ്റൊടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പുറമാണ്. മക്കരപ്പുറമ്പിൽ 2 കിലോമീറ്റർ ഉള്ളോട്ട് വരെ വെള്ളാട്ടുപറമ്പ് എന്ന കുന്നുപ്രദേശത്ത് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഡിസംബറോടനുബന്ധിച്ച് ഒരുപാട് വാഹനങ്ങളാണ് മാക്സിമം ഡിസ്കൗണ്ട് സെയിലിൽ ഞങ്ങൾ സെയിൽ ചെയ്യപ്പെടുന്നത്. ഏകദേശം ഡിസംബർ 17 ആയപ്പോൾ തന്നെ നമ്മൾ 100+ വാഹനങ്ങളുടെ ബുക്കിംഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം ഹൈ നമ്പർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് തുടക്കം കുറിച്ച് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ട് സെയിലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. 31 വരെ നമ്മൾ തുടക്കത്തിൽ പ്ലാൻ ചെയ്ത പോലെ മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് കുറച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് സെയിൽ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ തുടങ്ങിയതുകൊണ്ട് ആ അച്ചീവ്മെൻറ്റ് നമ്മൾ ഈ ഒരു മാസം എന്തായാലും നമ്മൾ എത്തിക്കും എന്നുള്ളൊരു മിഷനിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല എല്ലാ വാഹനങ്ങളും മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ മാത്രമാണ് നിങ്ങൾ സെയിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഡിസംബറിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് എന്തായാലും കാർലറ്റ് ബെറ്റ് റൂച്ചേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഒരുപാട് വാഹനത്തിൻ്റെ കളക്ഷൻസാണ് ഡെയിലി ബേസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 10-12 വാഹനങ്ങളാണ് പുതിയ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണിക്കാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം മഹീന്ദ്രയുടെ SUV സെഗ്മെൻറ്റിൻ്റെ വാഹനം, അതും 2019 മോഡൽ നിൽക്കുന്ന XUV W6 വേരിയൻ്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh something കിലോമീറ്ററുള്ള ഡീസൽ എഞ്ചിലെ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കിയാൽ 39 തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ വാഹനമാണിത്. 2019 വാഹനത്തിന് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം W6 എന്ന പേരിൻ്റെ അത്യാവശ്യം അധികം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. ഫ്രണ്ടിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു. സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കുന്നു. വേറെ എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. എടുത്ത് പറയേണ്ടത് തന്നെ ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന SUV സെഗ്മെൻറ്റ് വാഹനം. ഇന്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുള്ളൊരു പോരായ്മയുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. XUVയുടെ ആ ഒരു സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഫീച്ചർ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രണ്ട് അറ്റം, ആ ഒരു ബോണറ്റിൻ്റെ അറ്റം വരെ കണ്ടുകൊണ്ട് നമുക്കൊരു ഒരു ബൊലേറോ അതെ അല്ലെങ്കിൽ TUVയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് കറക്റ്റ് ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനം കൂടി, മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനം അത് മാത്രമല്ല ആ ഒരു SUV ഇവൻറ്റിൻ്റെ ഒക്കെ ഒരു നോബും അതേപോലെ തന്നെ ആ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ടെമ്പറേച്ചർ സ്വിച്ച്, അതായത് നമ്മുടെ AC-യുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ആ ഒരു കളർ തീം, അതായത് നമ്മളിങ്ങനെ കൂട്ടുന്ന ദിവസത്തിൽ ഒരു റെഡും ബ്ലൂവിൻ്റെയും ഒരു കളർ പാറ്റേൺ ആണ് മറ്റുള്ള വാഹനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വേറെ പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന മാനുവൽ ഗിയർ ബോക്സിൽ നിന്നൊരു വാഹനം തന്നെയാണ് XUV 300ൽ 2019 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി 2024 5-ാം മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററി കിടക്കുന്നു. ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ടർബോ കാര്യങ്ങളെല്ലാം വരുന്നു. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബോണറ്റ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യത്തിലധികം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ വെറും 6,50,000 രൂപയ്ക്ക്, സാധാരണ ഇതിൽ എനിക്ക് തോന്നുന്നത് 2019 W6 വാഹനങ്ങളൊക്കെ 8ൻ്റെ റേഞ്ചിൽ പ്രൈസിങ് വരുന്നതാണ്. വെറും 6,50,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അതും 6,50,000 നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി, അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 15 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ഹ്യുണ്ടായി SUV സെഗ്മെന്റിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനം 2017 മോഡൽ നിൽക്കുന്ന ക്രെറ്റ SX+ എന്ന പേരിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 51,000 കിലോമീറ്ററുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന 1.6 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ എന്ന വാഹനമാണിത്. AT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. വെട്ടി അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-12 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. SX+ എന്നുള്ള വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി SUV സെഗ്മെന്റിൽ നിന്നൊരു ഓട്ടോമാറ്റിക് വാഹനം. ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് എല്ലാം വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, അതേപോലെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, ക്രൂസ് കൺട്രോൾ, പിന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, അതേപോലെ ഡിഫോഗർ വരുന്നുണ്ട്. അങ്ങനെ A to Z എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം. ഓൾമോസ്റ്റ് ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 90% 4 ടയേഴ്സും നിൽക്കുന്നു. വേറെ എവിടെയും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സെയിം ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് കമ്പനി കവറാണ് വന്നിട്ടുള്ളത്. ക്രൂസ് കൺട്രോൾ ഇതിനകത്ത് വരുന്നില്ല. ഞാൻ ക്രൂസ് കൺട്രോൾ എന്ന് അറിയാതെ പറഞ്ഞു വിടുന്നത്, പക്ഷേ ക്രൂസ് കൺട്രോൾ ഇതിനകത്ത് വരുന്നില്ല. ബാക്കി ഡോർ പാഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സിൽ വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ചെറിയ ഒരു ഗിയർ ലിവറാണ് ഇതിനകത്ത് വന്നുള്ളത്. ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ചെറിയൊരു ലിവറാണ് വന്നത്. നമുക്ക് സുഖമായിട്ട് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്.
വേറെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലൊന്നും ഡാമേജും പരിക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു 2017 മോഡലിൽ നിൽക്കുന്ന ക്രെറ്റ SX+ എന്നുള്ള വേരിയൻ്റ് ഈ വാഹനമാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കിങ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. 2020 ഹമ്മറോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്താണ്. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് ഇല്ല. ബോട്ടിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ പേസ്റ്റിംഗ്, ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഹ്യൂണ്ടായിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് ക്രെറ്റ സ്വന്തമാക്കാം. 9 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 8 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി SUV സെഗ്മെൻറ്റിൽ നിന്നൊരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി. ഏകദേശം EMI ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ചെറിയ വ്യത്യാസം വരും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ITR കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ച് EMIയിലും ചേഞ്ച് വരും. 9 ലക്ഷം രൂപയാണ് ഇതിൻ്റെ നെറ്റ് പ്രൈസ് വരും. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് മറ്റൊരു ഹോണ്ടയുടെ സെഡാൻ സെഗ്മെൻറ്റ് എന്ന വാഹനം ഹോണ്ട അമേസ് 2017 മോഡൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 55,000 കിലോമീറ്ററുള്ള KL08 തൃശ്ശൂർ രജിസ്ട്രേഷൻ എന്ന വാഹനം. നമ്മുടെ ഏറ്റവും നേരത്തെ കാണിച്ച ഷേപ്പിൻ്റെ ഏറ്റവും തൊട്ട് മുമ്പിലെ ഷേപ്പ്, ഏറ്റവും ഫസ്റ്റ് ഷേപ്പ് അല്ല, അതിന് ശേഷം ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നതാണ്. ഇതിനേക്കാളും ഒന്നുകൂടി ഭംഗിയായിട്ടാണ് ഇതിന് ശേഷം വന്നിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്. ഇത് 17 മോഡൽ VX എന്നുള്ള പേരിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. VX എന്ന പേരിൽ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കിടക്കുന്നു. ഫോഗ് ലാംപ്സ്, വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കിടക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. IVTEC എഞ്ചിനിൽ വരുന്ന വാഹനം. VX എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. ഏറ്റവും ലേറ്റസ്റ്റിനെ അപേക്ഷിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ബോഡി വെയിറ്റ് ഫീൽ ചെയ്യുന്നൊരു വാഹനം കൂടിയാണിത്. നമുക്ക് ആ ഒരു ഇതിന് തൊട്ട് ശേഷം വന്നുള്ള അപ്ഡേഷൻ കുറച്ചൊരു ബോഡി വെയിറ്റ് കുറവാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിലുള്ള നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെയർ ബാഗും ABSും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ആയിട്ടൊന്നും തന്നെ പറയാനില്ലാത്ത, ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഒരു ആവറേജ് ടയേഴ്സ് കിടക്കുന്നു. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളില്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് ഒന്നുമില്ല. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,85,000 രൂപയ്ക്ക്. ഒരു 4.5 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യത്തോടു കൂടി ഒരു വാഹനം സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി. ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു സെഡാൻ വാഹനമാണ് ഹോണ്ട അമേസ്. അതും ന്യൂ ഷേപ്പിലിരുന്ന വാഹനം. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയുള്ള S എന്ന വേരിയൻ്റ് വാഹനമാണിത്. ഏറ്റവും വലിയ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് 90 ഡിഗ്രി ഒരു ഷേപ്പ് തന്നെയാണ്. ബമ്പറിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അമേസിൻ്റെ അട്രാക്ഷൻ. അതും പഴയ അമേസ് ആയിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് പുതിയ അമേസ് 2018 മുതൽ ഈ ഒരു ഷേപ്പിലേക്ക് പിന്നെ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നതും. മൊത്തം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വന്നത് ഒരുപാട് ചേഞ്ചസോട് കൂടിയാണ് അമേസ് ഈ ഒരു മോഡലിൽ വന്നത്. ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് എല്ലാം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തൊരു മോഡലായിരുന്നു ഓൾഡ് അമേസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. IVTEC എഞ്ചിനിൽ നിന്ന് വാഹനം ആയതുകൊണ്ട് നമുക്കൊരു 15 to 17 റേഞ്ചിൽ പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. S എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കിടക്കുന്നു. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, സ്റ്റീറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിലും ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഒരു ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും പുതിയ ടയേഴ്സും ഉണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. KL41 ആലുവ രജിസ്ട്രേഷനിലൊരു വാഹനം കൂടിയാണിത്. എവിടെയും ഡാമേജ് അധികം പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത അത്യാവശ്യം നല്ല പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം തന്നെയാണ് ഹോണ്ട അമേസ് എന്ന വാഹനം. ഇന്ത്യയിൽ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇന്ത്യയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹെയർ ബാഗും ABSും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിൽക്കുന്നു. ഏറ്റവും വലിയ ഇന്ത്യർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീജിൻ്റെയും ബ്ലാക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഡാഷ്ബോർഡും ഡോർ പാഡിൻ്റെ ഒരു കളർ പാറ്റേൺ തന്നെയാണ്. പിന്നെ ഒരു ഏറ്റവും ഒരു ടവർ പോലെ നിൽക്കുന്ന ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ വളരെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഇന്റീരിയർ സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനം തന്നെയാണ് ഹോണ്ട അമേസ് എന്ന വാഹനം. എഞ്ചിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. 2 സൈഡും ക്രോസ് ബമ്പർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്രോണ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ ബോണ്ട് 90 ഡിഗ്രി വരെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഡാമേജും കാര്യങ്ങളും ഒന്നും വരാത്ത നല്ലൊരു അടിപൊളി IVTEC എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 5,75 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ
മാസ കാലയളവോടുകൂടി ഏകദേശം ഒരു 13,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഒരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളും ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ട് ലഭിക്കുന്ന വാഹനങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് യാത്രാ കംഫർട്ട് നിന്ന് കിട്ടുന്ന ഒരു വാഹനമാണ് ഫോർഡ് ഫിഗോ. 2015 മോഡലിൽ നിൽക്കുന്ന ടൈറ്റാനിയം പ്ലസ് എന്ന വേരിയൻ്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 51 പാലക്കാട് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ വാഹനം. ടൈറ്റാനിയം പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിംഗ് കൺട്രോൾ, കമ്പനി എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ ഡിഫോഗർ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന പെട്രോൾ ഒരു ആവറേജ് ഒരു 15 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഫോർഡ് ഫിഗോ എന്ന വാഹനം. എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഗിയർ ലിവറിൻ്റെ നോബ് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടൊരു ചെറിയൊരു പോരായ്മെങ്കിലും ഉൾഭാഗത്തുള്ളൂ. വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡാഷ്ബോർഡും കാര്യങ്ങളും ഡോർ പാഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ അത്യാവശ്യത്തിലധികം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു വേരിയൻ്റാണ് ടൈറ്റാനിയം പ്ലസ് എന്നുള്ള ഈ ഒരു വേരിയൻറ്റ്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും അപ്രോൺ ഭാഗങ്ങൾക്ക് അവരൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും എവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രൂസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് ഇല്ല. 4 സിലിണ്ടർ എഞ്ചിനാണ് നേരത്തെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ബോണ്ടിൻ്റെ ഇന്നർ സൈഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും പഴക്കം കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളോ പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഗ്ലാസ് കാര്യങ്ങളെല്ലാം RFID കാര്യങ്ങളെല്ലാം വരുന്നിട്ടുള്ള ഒറിജിനൽ ഗ്ലാസ്സാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ 2015 മോഡൽ നിൽക്കുന്ന ഈ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം പ്ലസ് എന്ന വേരിയൻറ്റിന് ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,35,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസും അവൈലബിൾ ആണ്. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഫോർഡിൻ്റെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. അതും 2015 ആയതുകൊണ്ട് 4 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 8-9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഇത് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിനോൾട്ടിൻ്റെ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് റിനോൾട്ട് കൈഗർ RXT ഓപ്ഷണൽ എന്ന് വരുന്ന വാഹനം. 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 16,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വാഹനം. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ഒരു ഡുവൽ ടോൺ ഒരു കളർ കോമ്പിനേഷൻ വേറെ ലുക്കിലേക്ക് തന്നെ വാഹനം നമുക്ക് ആ ഒരു അട്രാക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു. റോഡ് പ്രസൻസ് നമുക്ക് കിട്ടുന്നൊരു വാഹനം. RXT ഓപ്ഷൻ എന്ന വേണ്ടി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. അലോയ് വീൽസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു. പിന്നെ അതേപോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗും ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവർ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വേറെ ഇന്റീരിയർ ഭാഗങ്ങളിലൊന്നും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2021 മോഡൽ നിൽക്കുന്ന റിനോൾട്ട് കൈഗർ RXT ഓപ്ഷനാണെന്നുള്ള വേരിയൻ്റ് വാഹനം. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15,000-20,000 ഓടൽ ടയർ ബാക്കി എടുക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലൊക്കെ കാണാൻ നല്ലൊരു ലുക്കും ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഒരു ഡിസൈൻ പാറ്റേണും വന്നിട്ടുള്ളത്. വേറെ ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. എഞ്ചിൻ സൈഡും കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ഭാഗങ്ങളോ അല്ലെങ്കിൽ ക്രോസ് ബമ്പറോ പാനലോ കാര്യങ്ങളോ ഒന്നും ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന MT ഗിയർ ബോക്സ് എന്ന് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് ചെയ്യുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,75,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 14 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം വരുന്ന ഒരു CVT ഗിയർ ബോക്സ് എന്ന ഹോണ്ടയുടെ വാഹനം. ഹോണ്ട ജാസ് 2015 മോഡൽ നിൽക്കുന്ന ഒരു വാഹനം. KL 07 എറണാകുളം രജിസ്ട്രേഷൻ ചെയ്യുന്ന V എന്ന വേരിയൻറ്റിൻ്റെ വാഹനമാണിത്. V എന്ന വേരിയൻറ്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 96,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കളർ ഈ ഗ്രീൻ കളറിൽ നിൽക്കുന്ന വാഹനങ്ങൾ. അത് ജാസ് എന്ന് മാത്രമല്ല മറ്റുള്ള ഏത് വാഹനമാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ചെറിയ വാഹനമായിട്ടുള്ള റിനോൾട്ടിൻ്റെ കിഡിലൊക്കെ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സെയിലായി പോകും. കാരണം ഈ ഒരു കളറിൻ്റെ പ്രത്യേക അട്രാക്ഷൻ രീതിയിലൊരു ഡാർക്ക് ഗ്രീനിൽ വരുന്നൊരു കളറാണിത്. KL 07 എറണാകുളം രജിസ്ട്രേഷൻ ചെയ്യുന്ന V എന്ന വേരിയൻറ്റ് CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം. V എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണിത്. V എന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റീരിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് പോകണമെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നു, ഡിഫോഗർ വരുന്നു, പാർക്കിംഗ് സെൻസർ വരുന്നു, റിവേഴ്സ് ക്യാമറ വരുന്നു. അങ്ങനെ ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് V എന്ന വേരിയൻറ്റ്.
ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഹോണ്ടയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ മനസ്സിൽ എല്ലാ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചർ ഡിഫക്റ്റുകൾ ഉണ്ടാവും. നമ്മൾ ഓരോ വാഹനത്തിൻ്റെയും ഓരോരോ ഡിഫക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതിൽപ്പെട്ട ഒരു ഡിഫക്റ്റാണ് ഹോണ്ടയുടെ വാഹനങ്ങളുടെ ഈ ഒരു സ്റ്റീരിയോ വരുന്നിട്ടുള്ള എല്ലാ വാഹനത്തിനും സ്റ്റീരിയോയുടെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഹോണ്ടയുടെ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റീരിയോൻ്റെ ഡിസ്പ്ലേ ഒട്ടുമിക്ക ഒരു 90% വാഹനത്തിനും ഈ ഡിസ്പ്ലേ ഒരു ലൈനോ എന്തെങ്കിലുമൊക്കെ വീണിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലൈനെങ്കിലും ഉണ്ടായിട്ട് ഡിസ്പ്ലേ അടിച്ചു പോയിട്ടുണ്ടാവും. അത് ഹോണ്ടയുടെ ഒരു ചെറിയൊരു മാനുഫാക്ചർ ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു വാഹനത്തിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഭാഗത്തില്ല. വേറെ സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിൽക്കും. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗ് 2 വന്നിട്ടുണ്ട്, ABS വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു CVT ഗിയർ ബോക്സ് എന്നൊരു അടിപൊളി വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പുറം ഭാഗങ്ങളിലൊന്നും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങൾക്ക് ഇവിടെയും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. വേറെ ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് ഓക്കെയാണ്. 2019 ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേ ബി തെങ്ങോ അല്ലെങ്കിൽ തേങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചതിച്ചാൽ, തെങ്ങല്ല കല്ലോ തേങ്ങ എന്തെങ്കിലുമൊക്കെ ചതിച്ചതായിരിക്കാം. ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ഫ്രണ്ടിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളറിങ് കണ്ടാൽ തന്നെ 2015 ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് 2 ഹെഡ്ലൈറ്റിൻ്റെ ഒരു പഴക്കം നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഹെഡ്ലൈറ്റൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു ഫെയ്ഡിങ് കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൻ്റെ ഇമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയ വാഹനമാണെങ്കിൽ ഇതൊക്കെ വെട്ടിത്തിളങ്ങി പുതിയ ഹെഡ്ലൈറ്റ് പോലെ നിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതെല്ലാം OG പീസ് ആയതുകൊണ്ടാണ് ആ സെയിം കളറിൽ സെയിം പാറ്റേൺ ആ സെയിം ഫെയ്ഡിങ്ങിൽ നിൽക്കുന്നത്. 2015 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 4,98,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 4,98 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം കിടക്കുന്ന മാരുതിയുടെ ഒരു സെഡാൻ സെഗ്മെൻറ്റ് ഒരു വാഹനം. മാരുതിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വാഹനം സെഡാൻ സെഗ്മെൻറ്റ് വാഹനം മാരുതിയുടെ സിയാസ് എന്ന വാഹനം. 2016 മോഡൽ നിൽക്കുന്ന ZXi+ എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 68,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ വാഹനമാണ് ZXi+ എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വാഹനം. സ്പോയിലറും കാര്യങ്ങളെല്ലാം വന്നിട്ട് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ചെറിയ ഡിക്കി റീപ്ലേസ് എന്നുള്ള ചെറിയ പോരായ്മകൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്കോ കാര്യങ്ങളോ മേജറായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വരാത്ത നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. KL 08 തൃശ്ശൂർ രജിസ്ട്രേഷൻ എന്ന 63 ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം. ഏറ്റവും കൂടുതൽ മാരുതിയുടെ വാഹനങ്ങൾ യാത്രാ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം. എല്ലാ വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു വാഹനമാണ്. എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണത്. ZXi+ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, ലെതർ സീറ്റ് കവർ തുടങ്ങിയിട്ടുള്ള എല്ലാ അത്യാധുനിക ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഏറ്റവും എടുത്ത് പറഞ്ഞ ഈ ഒരു ബാക്കിൽ ഒരു പ്രൊഫൈലിൽ വരുന്ന സ്പോയിലർ തന്നെയാണ്. ഈ ഒരു സ്പോയിലർ എന്നാൽ തന്നെ RS എഡിഷനിൽ വരുന്ന സ്പോയിലറാണത്. ഇത് വന്നാൽ തന്നെ വാഹനത്തിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയൊരു ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഡുവൽ എയർ ബാഗ് വരുന്നു, ABS വരുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഭാഗങ്ങൾ എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ ഈ ഡിക്കിൻ്റെ റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനി സെയിം ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലെതർ സീറ്റ് വർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് സിയാസിൻ്റെ ഒരു കമ്പനി മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. അതിൻ്റെ ഒരു മെറ്റൽ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വേറെ ലെവൽ തന്നെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം ഓൾറെഡി കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ മാരുതിയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാരുതി സിയാസ്, ബലേന തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു പിന്നെ ഡോർ പാഡിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു റെക്സിൻ, നിങ്ങൾ സിയാസോ അല്ലെങ്കിൽ മാരുതിയുടെ മറ്റേത് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു റെക്സിൻ പെട്ടെന്ന് ഡാമേജ് ആയി അതിൻ്റെ ഒരു ഗമ്മ് പെട്ടെന്ന് ഇളകി പോകുന്നൊരു പ്രശ്നം എല്ലാ വാഹനങ്ങൾക്കും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനും സെയിം പ്രശ്നം വന്നതിന് ശേഷം അതൊരു ഭംഗിയായിട്ട് വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ, ആ ഒരു കളറിലേക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിനകത്തും ഈ സെയിം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള കളറായിട്ടുള്ള റെക്സിനുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രശ്നം സൂട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും. വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗങ്ങൾ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ ഇത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്രോസ് പാനൽ റീപ്ലേസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ബോണറ്റും റീപ്ലേസ്ഡ് ഉണ്ട്. പക്ഷേ ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഉൾഭാഗങ്ങൾക്ക് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ അല്ലെങ്കിൽ ചേസിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. ചേസിൻ്റെ അറ്റം വരെ വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് പാനലും ഈ ഒരു ബോണറ്റും മാത്രം റീപ്ലേസ്. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ ഉണ്ടാകും തന്നെ നമുക്ക് മനസ്സിലായി. ഹെഡ്ലൈറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല, കാരണം ഇതിനകത്ത് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ 2016 ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്കിംഗ് ഇല്ല.
പിന്നെ അതേപോലെ ബാറ്ററി 2000 ഏതാണെന്നുള്ള കറക്റ്റായിട്ട് 2024 ഒന്നാം മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ഗ്ലാസ് വിൻഷീൽഡ് മാറിയിട്ടില്ല എന്നുള്ളത് ഈ കോഡ് നോക്കിയാലും അതേപോലെ RFID ടാഗ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ മേജറായിട്ട് പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ചെറിയൊരു ഓഫർ പ്രൈസ്, ചെറിയ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ 1-2 റീപ്ലേസുകളുണ്ട്. ബോണ്ടും ഒരു പിന്നെ ഡിക്കും റീപ്ലേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,50,000 രൂപയ്ക്ക്. 5,50 നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി 0 ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനമാണ്. 5,50ൻ്റെ മുകളിൽ നമുക്ക് ലോൺ കയറും, പക്ഷേ 5,50 നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടി സ്വന്തമാക്കാൻ പറ്റിയ വാഹനം, അതും 5 വർഷത്തെ മാസ കാലയളവോട് കൂടി. ഏകദേശം ഒരു 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ഹ്യൂണ്ടായിൻ്റെ സെഡാൻ വാഹനം, അത് 1.6 എഞ്ചിൽ എന്ന ഡീസൽ എഞ്ചിൻ ഹ്യൂണ്ടായിൻ്റെ വെർണ 2012 മോഡൽ SX എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓൺഷിപ്പിൽ 1 lakh സംതിങ് കിലോമീറ്ററിലെ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ എന്ന വാഹനം. SX എന്ന പേരിൻ്റെയാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റൈസ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 1.6 എഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഡീസൽ ഒരു 14-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു സെഡാൻ സെഗ്മെൻറ്റിൻ്റെ വാഹനം. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ടൈൽ ലാമ്പ് ചെറിയ ഡാമേജ് ഉണ്ട് വലത്തെ സൈഡിൽ, അത് മാത്രമേ ഒരു പോരായ്മുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അടുത്ത് തന്നെ അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 4 ടയേഴ്സും ഒരു ആവറേജ് കണ്ടീഷനിൽ നിൽക്കുന്നു. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നത്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നു, എയർ ബാഗും ABSും കാര്യങ്ങളെല്ലാം വരുന്നു. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നു, ഹാൻഡ് റെസ്റ്റ് വരുന്നു. ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഹ്യൂണ്ടായി വെർണ എന്നുള്ള 2012 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനത്തിനകത്ത് ഡാഷ്ബോർഡും ഡോർ പാഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗത്തേക്ക് കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾ വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളില്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, ഡീസൽ ലീക്കും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ 2012 മോഡൽ നിൽക്കുന്ന 12 ബാർ കോഡ് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഗ്ലാസിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,35,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അത് 2012 ആയതുകൊണ്ട് 3 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം കിടക്കുന്ന ടാറ്റയുടെ ഏറ്റവും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുള്ള കുറ്റിയുറപ്പുള്ള ഒരു വാഹനം ടാറ്റ നെക്സോൺ, അതും 2019 മോഡൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 95,000 കിലോമീറ്ററിൽ KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ എന്ന XM എന്ന വേരിയൻ്റ് വാഹനം. XM എന്ന വേരിയൻ്റാണ്. അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് ടാറ്റയുടെ ആ ഒരു ബോഡി ബിൽഡിംഗ് തന്നെയാണ്. നമുക്ക് ആ ഒരു ബോഡിയിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. XM എന്ന വേരിയൻ്റിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. അതുകൊണ്ട് അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം XM എന്ന വേരിയൻ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഭാഗങ്ങളിലൊന്നും ഡാമേജും പരിക്കും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയേഴ്സും ആവറേജ് ടയേഴ്സ് ആയിട്ട് നിൽക്കുന്നു. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെ ഇന്റീരിയർ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം, ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം ബേസിക്കലി വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വേരിയൻ്റാണ് XM എന്ന വേരിയൻറ്റ്. നല്ല ഇന്റീരിയർ സ്പേസും നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ടാറ്റ നെക്സോൺ എന്ന വാഹനം. എഞ്ചിൻ ബോഡിയും കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങളൊന്നും ഡാമേജ് ഇല്ല. ബാറ്ററി 2023 5 മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററി. ടർബോ എഞ്ചിൻ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനും കൂടിയാണിത്. ABSൻ്റെ യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വേറെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും പേസ്റ്റിംഗ് ഡാമേജ് ഒന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിലും ക്വാളിറ്റിയിലും നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 5,40,000 രൂപക്ക് 5,40 നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി 0 ഡൗൺ പേയ്മെൻറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന നെക്സോൺ സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി. ഏകദേശം 13 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് മാരുതിയുടെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം. ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം. അത് 2014 മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് LXA എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓൺഷിപ്പിൽ 80,000 കിലോമീറ്ററിലെ പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന VVT എഞ്ചിനിൽ വരുന്ന വാഹനം. 1.2 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം പവർ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന, മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. വാഹനം നോക്കുകയാണെങ്കിൽ ബേസ് മോഡലാണ്. LXA എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ്. ബേസിക് വേണ്ട ഫീച്ചേഴ്സ് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പവർ വിൻഡോസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. AC പവർ സ്റ്റാരിംഗ് എന്നുള്ള കോമൺ ഫീച്ചർ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അഡീഷണൽ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല.
റിയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യപ്പെട്ട പരിക്കുകളൊന്നും വന്നിട്ടില്ല. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡും ഡോർ പാഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. പൈനറിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സീറ്റ് കവർ അതിനകത്ത് കമ്പനി കവറാണ്, അഡീഷണലി കവർ ചെയ്യാമായിരുന്നു, ചെയ്തിട്ടില്ല. വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് ഇൻറ്റീരിയർ ഭാഗങ്ങളും പറയാനില്ല. കാരണം പെട്രോൾ വാഹനമായതുകൊണ്ട് വളരെ ലോ കിലോമീറ്റർ 80,000 എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. എൻജിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രൂസ് ബമ്പർ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല. സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം OG സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. ഓയിൽ ലീക്കിംഗ് ഇല്ല. നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. 21 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബോഷിൻ്റെ ബാറ്ററി വന്നിട്ടുണ്ട്. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2014 മോഡലിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് LX എന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,80,000 രൂപയ്ക്ക്, അതും പുതിയ ഇൻഷുറൻസോട് കൂടി. 3,50 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനമാണ്. 2014 ആയതുകൊണ്ട് 4 വർഷത്തേക്കാണ് ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12 വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഹാച്ച് ബാക്കും SUVയും സെഡാനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് വാഹനത്തിൻ്റെ കളക്ഷൻസ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്ത ഒട്ടനവധി വാഹനം, ഏകദേശം 330ഓളം വാഹനങ്ങളുടെ കളക്ഷൻസ് നമ്മളെടുത്തുണ്ട്. അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അവൈലബിൾ ആണ്. കാറ്റലോഗിനകത്ത് അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പറിൻ്റെ താഴെ കൊടുക്കുന്നു. അതിനകത്ത് ഒരു കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ ഫുൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഏതെങ്കിലും വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സപ്പിൽ എത്തുന്നതായിരിക്കും. നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വാഹനം ഇങ്ങോട്ട് നേരിട്ട് വരാതെ നിങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും സെപ്പറേറ്റ് പുതിയതായിട്ട് കാണുന്ന വാഹനങ്ങളെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കുന്നുണ്ട്. മാക്സിമം രാവിലെ 8 മുതൽ രാത്രി 8 മണി ഇടയിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനകത്ത് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. 24 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാനുണ്ട്. അതുവരെ ബൈ.